ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ദാ ഉണ്ണി നേരത്തെ തന്നെ എനിക്ക് കിടക്കുന്നുണ്ട് കേട്ടോ. അച്ഛനും അമ്മയൊക്കെ ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ഞാനും അഭിയേട്ടനും അപ്പുറത്തെ ബെഡിലാണ് കേട്ടോ കിടന്നത്. അപ്പോൾ ദാ ഞങ്ങൾ എണീറ്റിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും എണീറ്റ് തുടങ്ങി. അച്ഛൻ ദാ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 റൂം ഉണ്ടായിരുന്നു. അപ്പോൾ 2 റൂമിലായിട്ട് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകണം. ദാ അഭിയേട്ടൻ ദാ പിന്നെയും കിടന്ന് ഉറങ്ങാണ്. നമ്മൾ ആക്ച്വലി 2ാമത്തെ ദിവസം തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ 3ാമത്തെ ദിവസമാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണത്. പക്ഷെ എന്നാലും ഞങ്ങൾ ഒരു ജോഡി കൂടി എക്സ്ട്രാ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ മാത്രമാണ് 2 ജോഡി മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് കാരണം 3ാമത്തെ ദിവസം അമ്മയ്ക്ക് ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അമ്മ ദാ എന്റെ ഡ്രസ്സാണ് ഇട്ടേക്കണേ. നമ്മൾ നേരത്തെ ഇറങ്ങാന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. കാരണം രാത്രി ആകുമ്പോഴത്തേക്കും വീട്ടിലേക്ക് എത്തണം. പക്ഷെ നമ്മൾ റെഡിയായി വന്നപ്പോഴത്തേക്കും കുറച്ച് നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളങ്ങനെ റിസപ്ഷനിൽ ചാവയൊക്കെ കൊടുത്ത് ഇറങ്ങാണ് കേട്ടോ. ഇത് അവിടുത്തെ ചേട്ടനാണ്. അപ്പൊ ബാഗും സാധനങ്ങളൊക്കെ നേരത്തെ തന്നെ വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ണിനെ ഫീഡ് ചെയ്യലും കൂടെ കഴിഞ്ഞപ്പോ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിട്ടോ. അങ്ങനെ ഇറങ്ങാൻ നേരത്തെ അവിടുത്തെ ചേട്ടന്മാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവരോടൊക്കെ ഇങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോന്നു. ഈ റിസോർട്ട് കുറച്ച് ഉയരത്തിലാണ് കേട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു ഇറക്കമൊക്കെ ഇറങ്ങിയാലാണ് റോട്ടിലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ അവിടെ നല്ല വ്യൂ ആണ് കേട്ടോ. പ്രത്യേകിച്ച് മുകളിലത്തെ നിലയിലൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ കിട്ടും. ഹലോ ഗൈസ്, ഹലോ ഫ്രണ്ട്സ്. അപ്പൊ നമ്മള് ഊട്ടിന്ന് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയ ഒരു 9-9:30 ആയപ്പോഴാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത്. അപ്പൊ നമുക്ക് ഇനി ഹോട്ടൽ അന്വേഷിച്ച് നടക്കാം. നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് നമ്മളൊരു 7 മണിക്ക് ആയപ്പോ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം എല്ലാവർക്കും കുറച്ച് വിശന്ന് തുടങ്ങിട്ടാ. അല്ല കേട്ടോ, 9 മണിക്ക് ഇട്ടാൽ എനിക്ക് 9:30 ഇറങ്ങാൻ പറ്റില്ല. ഞാൻ ഒരു 7:30 എണീറ്റിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മൾ ഇനി ഹോട്ടൽ അന്വേഷണം നടക്കാണ്. അത് ഫുഡ് കഴിച്ചിട്ട് ബാക്കി എനർജി ഒക്കെ കഴിഞ്ഞു. ആർക്കും എനർജി ഇല്ല. ദൃശ്യാഭീത്ത് പട്ടിണി എടുക്കുകയാണ്. ഏത് ഗൈസ് ഒരു ഹായ് പറഞ്ഞു. ആ ഭാഗത്ത് അങ്ങനെ അധികം ഹോട്ടൽസ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാണ് ഒരു ഹോട്ടൽ കണ്ടത് കേട്ടോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ അവിടെ കയറി. ഇഡ്ഡലിയും പൂരി മസാലയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2 ചേച്ചിമാര് നടത്തുന്ന ഹോട്ടലായിരുന്നു കേട്ടോ അത്. അങ്ങനെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. അങ്ങനെ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് എവിടെ നിന്നാണ് ആ വാക്കൂട്ടൻ ഐസ്ക്രീം ഒക്കെ മേടിച്ച് അങ്ങനെ കഴിക്കേണ്ടത് കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് പോയപ്പോഴത്തേക്കും നല്ല രസമുള്ള വഴിയായിരുന്നു കേട്ടോ. നിറയെ പച്ചപ്പൊക്കെ ആയിട്ട് മലകളും മരങ്ങളൊക്കെ നിൽക്കണ കാണാൻ നല്ല രസമായിരുന്നു. നമ്മൾ പോകുമ്പോൾ മസനഗുഡി വഴി ഊട്ടിയാണ് പോയത്. അത് വേറൊരു വൈബായിരുന്നു. അവിടെ മൃഗങ്ങളും അങ്ങനെയൊക്കെ കാണാൻ പറ്റുന്ന അതും നല്ല ഭംഗിയുള്ള ഒരു വഴിയായിരുന്നു. പക്ഷെ ഇതെന്ന് പറയുന്നത് നിറയെ പച്ചപ്പായിട്ടുള്ള കുറെ പൂക്കളും അങ്ങനെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു പ്രത്യേക തരം വഴിയായിരുന്നു. തിരിച്ചു പോരുന്നത് കോയമ്പത്തൂർ വഴി കൂടിയാണ് കേട്ടോ. ഈ വഴിക്ക് ഇത്രയും ഭംഗി ഉണ്ടാവാൻ കാരണം എനിക്ക് തോന്നണത് ഈ വയലറ്റ് പൂക്കളാണ്. ഇങ്ങനെ അടുത്തുനിന്ന് കാണുന്നേക്കാളും ഭംഗി അകലേന്നാണ് കേട്ടോ. ഈ മലകളുടെയൊക്കെ ഇടയില് ഫുള്ള് ഇങ്ങനെ പച്ചപ്പിന്റെ ഇടയിൽ ഇങ്ങനെ ഓരോ വയലറ്റ് കളർ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ടായിരുന്നു. അത് പക്ഷെ വീഡിയോയിൽ ശരിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഊട്ടിക്ക് ഉണ്ണി മാത്രമല്ല, ഞാനും ആദ്യമായിട്ട് തന്നെയാണ് വരുന്നത്. സാധാരണ ഊട്ടിയിൽ അത്ര നല്ല ക്ലൈമറ്റ് ഒന്നും കിട്ടാറില്ല എന്നാ പറയുന്നത് കേട്ടിട്ടുള്ളത്. പക്ഷെ ഇപ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾക്ക് നല്ല ക്ലൈമറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടാ. അവിടെ കുറെ കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സോഡ സർവത്താണ് കേട്ടോ കുടിച്ചത്. പിന്നെ ചായയും സ്നാക്സ് ഒക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് കുറെ തോട്ടങ്ങളൊക്കെ കണ്ടുട്ടാ. ഇത് അവിടെ കണ്ടൊരു വാഴത്തോട്ടാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു കവുങ്ങും തോട്ടത്തിന്റെ അവിടെ ഒരു ചേച്ചി കരിക്ക് വെട്ടുന്നുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ അവിടെ നിർത്തി കരിക്ക് കുടിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്കായപ്പോ ഫുഡ് കഴിക്കാനായിട്ട് അന്നപൂർണ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കയറിയിട്ടാ. അതൊരു ബേക്കറിയും കൂടിയായിരുന്നു. ആ ചില്ലിന്റെ ഉള്ളിൽ ഇരിക്കണതൊക്കെ എന്തൊക്കെയോ സ്വീറ്റ്സ് ആണ് കേട്ടാ. ഞങ്ങളപ്പോൾ അവിടുന്ന് ഊണാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്പെഷ്യൽ ഊണ് തന്നെയാണ് പറഞ്ഞത്. അത് കാരണം അതിൽ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കഴിച്ചു തീർക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു എല്ലാരും. പക്ഷെ നല്ല വിശപ്പായിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ ഇടയ്ക്ക് ബ്ലോക്കിൽ പെട്ടിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഊട്ടി ട്രിപ്പിന് വന്നിട്ട് അതുവരെ ഊണ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ബിരിയാണി, ചപ്പാത്തി, ദോശ, പൊറോട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിച്ചെങ്കിലും ഊണ് അതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് ഊണ് കിട്ടിയത്.
അപ്പം അങ്ങനെ ചോറ് വരുന്നേറ്റ് മുന്നേ കഴിക്കാനായിട്ട് ചപ്പാത്തി, പരിപ്പ് വട, പിന്നെ ഒരു റൈസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പപ്പടം പോലെ വറുത്തൊരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ നല്ല മധുരമുള്ള ഒരു ലഡ്ഡു പോലത്തെ സംഭവം ഉണ്ടായിരുന്നു. പിന്നെ കുറേ തരം കറികളാണ് കേട്ടോ, എന്തൊക്കെയോ കറികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിയാണെങ്കിൽ അച്ഛൻ്റെ അക്കുട്ടൻ്റെ ഇടയിൽ സോഫയിൽ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല കുട്ടിയായിട്ട് തന്നെ അവൻ കിടക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഫുഡ് കഴിച്ച് തീരുന്നവരെ അവൻ നല്ല കുട്ടിയായിട്ട് അവിടെ കിടന്ന് കളിക്കായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. കുതിരാൻ വഴിയാണ് കേട്ടോ നമുക്ക് വീട്ടിലേക്ക് പോകേണ്ടത്. അപ്പൊ ഇതാണ് നമ്മളുടെ കുതിരാൻ ടണല്. അപ്പൊ ഇതിന്റെ ലെങ്ത് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഒക്കെ വരും കേട്ടോ. അപ്പൊ വൈകിട്ട് ഒരു 5 മണിയോട് കൂടി നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പൊ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മളുടെ ഊട്ടി വിശേഷങ്ങള്. മറ്റു വിശേഷങ്ങളുമായി നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.